ഒരു നടൻ എന്ന നിലയിൽ താങ്കൾ ഇനിയും എന്തുതരം കഥാപാത്രങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഡ്രീം റോൾ എന്ന നിലയിൽ താങ്കൾ കരുതുന്ന എന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ? അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ സെലക്ഷനിൽ ഇനി എന്തെങ്കിലും പ്രത്യേകത താങ്കൾ എന്തെങ്കിലും പ്രത്യേകതരം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന ചിന്ത താങ്കൾക്കുണ്ടോ? ഒന്നുമില്ല. എന്റെ ഡ്രീം എന്ന് പറയുന്നത് തന്നെ സിനിമയാണ്. സിനിമ എന്ന് പറയുന്ന ആ ക്യാമറയുടെ മുന്നിൽ ഏതു തരം കഥാപാത്രങ്ങളും എനിക്ക് ചേരുന്നത് മാത്രം ചെയ്യുക എന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഡ്രീം റോൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. എന്റെ ക്യാരക്ടറിന് നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ എന്റെ ഡ്രീമിൽ പോലും ആ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടന്മാരായി വിലയിരുത്തപ്പെടുന്ന ശ്രീ മമ്മൂട്ടിയുടെയും ശ്രീ മോഹൻലാലിന്റെയും അവർ രണ്ടും നമ്മുടെ സിനിമയിലെ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അവരോടൊപ്പം തന്നെ മലയാള സിനിമയുടെ ഭാഗമായി മാറാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരു നടന്മാരെന്ന നിലയിൽ ശ്രീ മമ്മൂട്ടിയെയും ശ്രീ മോഹൻലാലിനെയും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മമ്മൂട്ടിയും മോഹൻലാലിനെയും വിലയിരുത്താൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കഥാപാത്രത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം വരെ അറിയാവുന്നവരാണ് ഈ രണ്ട് നടന്മാരും. മാത്രമല്ല ജഗതിച്ചേട്ടനും അതുപോലെ തന്നെയാണ്. ഒരുപാട് ബ്രില്യന്റ് ആക്ടേഴ്സ് ഉള്ള, സമൃദ്ധിയുള്ള ആക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. എല്ലാവർക്കും അവരുടേതായ ചേരുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഇവരെ ബീറ്റ് ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല. അത്രയേറെ കപ്പാസിറ്റി ഉള്ള ആക്ടേഴ്സാണ് മലയാളത്തിലുള്ളത്. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ദോഷകരമായിട്ട് ബാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ സിനിമയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്? താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ടേബിളിന് ചുറ്റിനും ഇരുന്ന് തീർക്കേണ്ട പ്രശ്നങ്ങൾ, അത് വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തറിയുമ്പോഴാണ് ആ വീട്ടിൽ കുഴപ്പമുണ്ടെന്ന് നാട്ടുകാർ അറിയുന്നത്, അല്ലെ? നേരെ മറിച്ച് ഒരു വീട്ടിലെ പ്രശ്നം ആ വീട്ടിൽ തന്നെ, എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവൂല്ലേ? ഏത് വീട്ടിലാണ്? ഈ കോടാനുകോടി വീടുകളുണ്ട് നമുക്ക്. ആ വീട്ടില് എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത വീടെന്ന് വെച്ചാൽ ആൾതാമസം ഇല്ലാത്ത വീടായിരിക്കണം. അപ്പോ ആ വീട്ടിൽ ആൾതാമസം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ വീട്ടിൽ തന്നെ ഒതുക്കി തീർക്കുമ്പോഴാണ് അതൊരു സമാധാനമുള്ള വീടായി മാറുന്നത്. നേരെ മറിച്ച് പുറത്തു ഇറങ്ങി അല്ലെങ്കിൽ ആ പുറത്ത് അതിന്റെ തമ്മിത്തല്ലും ഒച്ചപ്പാടും ബഹളം പുറത്ത് കേട്ടാൽ നാട്ടുകാര് പറയും ആ വീട്ടിൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളമാണ്. അതറിയിക്കാതെ നമ്മുടെ ഈ ഒരു ടേബിളിന് ചുറ്റിയിരുന്ന പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ, ഒരു പ്രശ്നവും പുറത്തറിയാതിരുന്നാൽ ഏറ്റവും നല്ലത് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഏത് സംഘടനയിലാണെങ്കിലും. അടുത്തിടെ സിനിമ ഇനി വിവാദങ്ങളിലേക്ക് വീണ്ടും വന്നാൽ, ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു ഭാഗത്ത് ശ്രീ വിനയൻ എന്ന സംവിധായകൻ ഉണ്ടായിരുന്നു. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളെ ഒരു നടൻ എന്ന നിലയിൽ താങ്കൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ബ്രേക്ക് ആയിരുന്നു ഉമ്മപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം. അതിനു മുമ്പ് താങ്കൾ ചില ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എങ്കിൽ കൂടെ. അപ്പോ പിന്നീട് ശ്രീ വിനയന് താങ്കളിൽ നിന്നും ഒരു നല്ല സമീപനം ലഭിച്ചിരുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞതായി ചില വാർത്തകൾ വരികയുണ്ടായി. താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് സമീപനം എന്ന് പറഞ്ഞാൽ ഈ തലയിരിക്കുമ്പോൾ വാലാകാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം വിനയൻ സാറിന്റേതായ വലിയ പ്രശ്നങ്ങളിൽ ഈ ചെറിയ വ്യക്തിയായി ഞാൻ പോയിട്ട് എന്തിടപെടാനാണ്? അത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ തവണ എനിക്ക് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ പോലും ഞാൻ സ്റ്റേജിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ഈ അവാർഡ് ഞാൻ എന്റെ ഗുരുനാഥനായ വിനയൻ സാറിന് സമർപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞതല്ല, അത് അറിയാതെ ആ സമയത്ത് വന്നതാണ്. മനസ്സിലായില്ലേ? അത് എനിക്ക് തോന്നുന്നു എന്റെ ഗുരുത്വം കൊണ്ടാണ്. അതായത് വിനയൻ സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഗുരുത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിലേക്ക് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഔട്ടാകേണ്ട സമയം കഴിഞ്ഞു. അപ്പോ ഗുരുത്വമില്ലായ്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന വളരെ എന്താ പറയാ, ബോൾഡായിട്ടുള്ള അഭിപ്രായം പറയുന്ന ഒരു ഡയറക്ടറാണ്, നല്ലൊരു നേതാവാണ്, എല്ലാമാണ്. അപ്പൊ എന്തോ ഈ പറഞ്ഞ പോലെ സ്ലിപ്പ് ഓഫ് ദ ടങ്, എന്തോ വായിന്നറിയാതെ, 32 കൊല്ലിനിടയ്ക്കാണ് ഒരു നാവ്, അപ്പൊ അറിയാതെ ആർക്കും അബദ്ധങ്ങളൊക്കെ വന്നു പോവാം. അപ്പൊ അങ്ങനെ എപ്പോഴോ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അബദ്ധം വന്നത് വലിയ വിഷയമായിട്ടുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അപ്പോൾ അത് വിനയൻ സാറിന്റെ നന്മയും തിരിച്ചറിയും. മലയാളത്തില് ഒരുപക്ഷെ മലയാള സിനിമയുടെ പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം, നല്ല സിനിമകൾ ഇവിടെ പ്രേക്ഷകർ അംഗീകരിക്കുന്നില്ല എന്നൊരു വാദം ഉണ്ട്. അതുപോലെ തന്നെ നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് നൽകുവാൻ നമ്മുടെ
ചലച്ചിത്ര പ്രവർത്തകർ കഴിയുന്നില്ല എന്നൊരു വാദവുമുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ശരിക്കും നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് നൽകാത്തതാണോ, അല്ലെങ്കിൽ നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കാത്തതാണോ? ഒന്നുമില്ല. ഇവിടെ ചെറിയ സിനിമ വലിയ സിനിമ എന്നില്ല. അവരെ സംബന്ധിച്ച് നല്ല സിനിമ എന്ന് മാത്രമേ ഉള്ളൂ. ആ നല്ല സിനിമ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ എടുത്താൽ തീർച്ചയായിട്ടും നല്ല ഹൃദയമുള്ളവർ അത് ഏറ്റെടുക്കും. നല്ല സിനിമ എന്ന് പറയുന്നത് 10 പേര് കാണുന്ന സിനിമയല്ല നല്ല സിനിമ. ജനകീയമായ സമൂഹ നന്മയുള്ള സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പുതിയ ആളുകൾ വരുമ്പോൾ, പുതിയ ആശയങ്ങൾ വരുമ്പോൾ പുതിയ സിനിമകൾ ഉണ്ടാവും. പുതിയ സിനിമകൾ വരുമ്പോൾ, അല്ലാതെ ഇതെന്ന് ഞാൻ സിനിമയാണ് മാറേണ്ടത്, ജനങ്ങളല്ല മാറേണ്ടത്. അത് ആദ്യം തിരിച്ചറിയണം. അതായത് എല്ലാവരും പറയും, ഞാൻ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രേക്ഷകർ ഇനി മാറേണ്ടിയിരിക്കുന്നു. അതല്ല, പ്രേക്ഷകർ ഓൾറെഡി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത്. ഇനി സിനിമകൾ മാറണം. സിനിമകൾ മാറുമ്പോൾ ജനങ്ങൾ ഈ സിനിമകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. മലയാള സിനിമയിലെ യുവ താരങ്ങൾക്ക് സീനിയർ താരങ്ങളിൽ നിന്നും മികച്ച പിന്തുണ, പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? തീർച്ചയായിട്ടും ഉണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? രാവിലെ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്താ പറയേണ്ടത്? അതൊന്നുമല്ല. ഒരു സിനിമ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മളൊരു പൂജയ്ക്ക് വരിക, അത് പങ്കെടുക്കുക, ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതല്ലാതെ സീനിയർ ആക്ടേഴ്സിന് എന്താണ് ചെയ്യാൻ പറ്റുക? അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ അവര് സിനിമ തിയേറ്ററിൽ അവരുടെ സിനിമ 50 ദിവസം തികഞ്ഞ് നിറഞ്ഞോടുമ്പോൾ ഞങ്ങളുടെ കൊച്ചു സിനിമ വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ നല്ല സിനിമ വന്നാലും അവരുടെ സിനിമ എടുത്ത് മാറ്റിയിട്ട് ഞങ്ങളുടെ സിനിമ കൊണ്ട് റിലീസ് ചെയ്യും. അത് ചെയ്യില്ല. അത് ഒരു താരവും ചെയ്യില്ല. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സീനിയേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. താങ്കളുടേതായിട്ട് ഇനി പുതിയതായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഇനി എന്റെ പുതിയത് ഇറങ്ങാനുള്ളത് ഫോർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ചിത്രമാണ് ഇറങ്ങാനുള്ളത്. സജി സുരേന്ദ്രന്റെ, ഈ പറഞ്ഞതുപോലെ ജയറാമേട്ടനും ചാക്കോച്ചനും കമൽഹാസനും പിന്നെ മീര ജാസ്മിനും ഞാനും എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു സിനിമയാണ് ഫോർ ഫ്രണ്ട്സ്. കൂടാതെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിയോ തത്തേവൂസ്, പച്ചമരത്തണലിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന പടമാണ് പയ്യൻസ് എന്നാണ് പടത്തിന്റെ പേര്. ആ പയ്യൻസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം VK പ്രകാശിന്റെ 3 കിങ്സ് എന്ന് പറഞ്ഞ പടം. അതിനുശേഷം സീരിയൽ രംഗത്തുനിന്ന പുതിയ ഡയറക്ടർ ബോബൻ സാമുവൽ. അതിനുശേഷം വീണ്ടും പുതിയ സീരിയൽ രംഗത്തുനിന്ന് തന്നെ KK രാജീവ്. അങ്ങനെയുള്ള പുതിയ പുതിയ ഡയറക്ടേഴ്സിന്റെയും, സജി സുരേന്ദ്രന്റെയും, പിന്നെ ഷജി കൈലാസ് സാറിന്റെയും അങ്ങനെയുള്ള സിനിമകളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തെ പറ്റി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ആ ചിത്രത്തിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ കമൽഹാസൻ മലയാളത്തിൽ എത്തുന്ന ചിത്രമാണത്. അദ്ദേഹം ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ താരസംഘടന അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിനെ സംബന്ധിച്ച് കുറച്ച് വിവാദങ്ങളും ഉണ്ടായിരുന്നു. താങ്കൾ ഒരുപക്ഷെ അദ്ദേഹത്തുമായി അല്പം അടുപ്പം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇതിനെപ്പറ്റി എന്തെങ്കിലും താങ്കളോട് സൂചിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് ഒരു വിഷയം? ഞങ്ങൾ അവിടെയായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ മലേഷ്യയിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച ദൈവം ഞങ്ങൾക്കും ഇങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും പോവാം എന്നൊക്കെ ഉണ്ടായിരുന്നു. അവരെന്തോ വേറെന്തോ റീസൺസ് ഒക്കെയാണ് പറഞ്ഞത്. എനിക്ക് വ്യക്തമായ എനിക്കറിയില്ല സത്യം പറഞ്ഞ. ഞങ്ങൾ അന്ന് അവിടെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. ശ്രീ കമൽഹാസൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും താങ്കളോടോ അല്ലെങ്കിൽ മറ്റ്? ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഒരു ബന്ധമല്ലല്ലോ. അദ്ദേഹം ഒക്കെ ഒരുപാട് 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 ഉയരത്തിൽ നിൽക്കുന്നതാണ്, നമുക്ക് വളരെ താഴെ നിൽക്കുന്നതാണ്. അപ്പോ ഞാൻ അങ്ങനെ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെയുള്ള വലിയ ബന്ധമൊന്നും എനിക്കില്ല. കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. വളരെയധികം നന്ദി. ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിൽ. താങ്കൾ വളരെ തിരക്ക് പിടിച്ച ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂളിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് അല്പസമയം സംസാരിക്കുവാൻ മാറ്റിവെച്ചത് വളരെയധികം നന്ദി. ഈ കോക്ടെയിൽ എന്ന ചിത്രം ഒരു വൻ വിജയമായി മാറട്ടെ. അതുപോലെ തന്നെ വരാനിരിക്കുന്ന താങ്കളുടെ എല്ലാ പ്രൊജക്ടുകളും വലിയ ഹിറ്റുകളായി മാറട്ടെ. താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഫോറം കേരളത്തോട് ഇത്ര നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കേൾക്കുന്നവരോട് ഒരു കാര്യം, എന്റെ സിനിമ കോക്ടെയിൽ നല്ല സിനിമയാണെന്ന് കേട്ടാൽ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് പോകണമെന്ന് എന്റെ ഒരു അപേക്ഷയാണ്. കാരണം നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല മനസ്സുള്ള എല്ലാവരും ഈ ചിത്രം കാണും.